ഇപ്പൊ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം അബ്ദുൾ റഹീം നാട്ടിലെത്തി അബ്ദുൾ റഹീമിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അബ്ദുൾ റഹീമിനെ വിമർശിച്ചുകൊണ്ട് കുറെ സംഘി പൊട്ടന്മാർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. കേരളത്തിന്റെ കാളകൂട വിഷയമായിട്ടുള്ള വിശകല പറഞ്ഞത് ഒരു കൊലയാളിനെയാണ് കേരളത്തിലുള്ള ജനങ്ങൾ സപ്പോർട്ട് ചെയ്തതെന്നാണ്. അതേ സംഭവം തന്നെയാണ് ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ചില സംഖ്യകൾ വന്നിട്ട് ചോദിക്കുന്നത്, അബ്ദുൾ റഹീമിനെ രക്ഷിച്ചല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ നിമിഷപ്രിയയെ രക്ഷിക്കാതെന്ന്. നിമിഷപ്രിയയ്ക്കും വേണ്ടിയും ബ്ലഡ് മണി ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് കണ്ടെത്തിയത് അല്ലേ. അബ്ദുൾ റഹീമിന് വേണ്ടിയും ബോച്ച ഇടപെട്ടുകൊണ്ട് ജാതി മതഭേദമന്യേ മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചു. കാരണം ഒന്നും രണ്ടും അല്ല, 20 വർഷമാണ് അബ്ദുൾ റഹീം ജയിലിൽ കിടന്നത്. 24ാമത്തെ വയസ്സിലാണ് അബ്ദുൾ റഹീം സൗദിയിലേക്ക് പോകുന്നത്. പോയി ഏതാണ്ട് 1 മാസത്തിനുള്ളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അബ്ദുൾ റഹീം ഹൗസ് ഡ്രൈവറായിട്ടാണ് പോയത്. ഈ ഹൗസ് ഡ്രൈവറായിട്ട് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികളെ പോലല്ല ഈ അറബി കുട്ടികൾ. കാരണം അവർ ഭയങ്കര വികൃതിയുള്ള കുട്ടികളാണ്. പിന്നെ ഇവർക്ക് ഏറ്റവും വലിയൊരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്, ഇവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരാരാണെന്ന് പോലും നോക്കത്തില്ല, അവരുടെ മുഖത്ത് നോക്കി തുപ്പും. ഞാൻ 11 വർഷം കുവൈറ്റിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ ഈ ഹൗസ് ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ജോലിക്ക് പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും. ഞാനൊരു ടാക്സി പോയി തിരിച്ച് ഞാൻ എൻ്റെ സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷം ഞാനും പതുക്കളായിട്ടുള്ള കുവൈറ്റുകളുണ്ട്, അതായത് ഇവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ ഇയാളുമായിട്ട് ഞാൻ തർക്കിച്ചതിൻ്റെ പേരിൽ ഇയാൾ എൻ്റെ മുഖത്തൂക്കി തുപ്പി. അന്നേരം നമുക്കുണ്ടാകുന്ന ആ ഒരു മാനസിക വിഷം, ആ ഒരു ഫീലിങ്സ് ഒക്കെ പറഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാകത്തില്ല. ഇതൊന്നും അല്ലെങ്കിൽ സംഖ്യകളെന്ന് പറയുന്നവർക്ക് ഈ മനുഷ്യന്റെ വിഷമം എന്താണെന്നൊന്നും അറിയില്ലല്ലോ. കാരണം ഇന്ത്യയിലും സ്വന്തം നാട്ടിലെ ജനങ്ങളെ തല്ലിക്കൊന്നും അത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന എന്ത് വേദന, എന്ത് മനുഷ്യ സ്നേഹം, ഇതൊന്നും ഇവർക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇസ്രായേലിൽ നിന്നും ഒരു ഒന്നാം തരം ഇവന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്ന മറ്റൊരു സഹോദരൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സഹോദരനെ വിമർശിച്ചുകൊണ്ടാണ് വന്നത്. എന്തായാലും അബ്ദുൾ റഹീമിന്റെ ഇപ്പൊ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പത്രമാധ്യമങ്ങളൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ദുൾ റഹീം ആദ്യമായിട്ടാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിന് നടന്നിട്ടുള്ള സംഭവങ്ങൾ പറയുന്നത്. മുഖത്തേക്ക് തുപ്പി, ആ തുപ്പുന്ന സമയത്താണ് അബ്ദുൾ റഹീം കൈ വീശി അബദ്ധവശാൽ ഈ കൊച്ചിൻ്റെ തൊണ്ടയിൽ കിടക്കുന്ന ട്യൂബ് ഊരിപ്പോയി ആ കുട്ടി മരണപ്പെടുന്നതും പിന്നീട് അബ്ദുൾ റഹീം ജയിലിലേക്ക് പോകുന്നത്. ഭാഷ പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ എന്താണ് നടന്നതെന്ന് പോലും മറ്റുള്ളവരോട് പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. 20 വർഷമൊക്കെ ആ മനുഷ്യന്റെ ജീവിതം ആ ജയിലിൽ കിടന്ന് തിരിച്ചു വരുമ്പോൾ മനുഷ്യത്വം ഇല്ലാത്ത ചെറ്റകൾ വന്നിരുന്നുണ്ട്. കൊണയടിക്കുമ്പോഴത്തേക്ക് ഇതിനൊരു മറുപടി നമ്മൾ കൊടുക്കേണ്ടേ. ഇസ്രയേലിൽ പോയി ജൂതന്മാർക്ക് ഈ ഒരു എൻ്റെ പ്രിയപ്പെട്ടവർ കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് അബ്ദുൾ റഹീമിൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് ഈ ഊള പറയുന്നത് കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇവൻ്റെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുക്കണം. നേരെ വീഡിയോയിലേക്ക് പോവാം. വണ്ടി എടുക്കാത്തതിൻ്റെ പേരിൽ തുപ്പിയതാണ്. തുപ്പിയ സമയത്ത് കൈവീശാണ് മൊത്തിന്, പക്ഷേ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കഴിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ കൂടെ എടുത്ത പിങ്കരത്തിലെ ഒരുപാട് ആൾക്കാരെ വധശിക്ഷ നടപ്പാക്കിയാണ്. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ലാതെ എല്ലാവരും ഏറ്റെടുത്തൊരു സംരംഭത്തിൽ മലയാളികളെ ഒരുപാട് സ്വപ്നമായിട്ടാണ് കയറി പോയത്. ആ സ്വപ്നമെല്ലാം അണഞ്ഞു. പക്ഷേ വളരെ കുറവായിരുന്നു തുടക്കത്തിലെല്ലാം. അവസാന ഘട്ടത്തിലാണ് ഒരു പ്രതീക്ഷ കിട്ടിയത്. അതിനുവേണ്ടി എല്ലാ സഹകരണവും ചെയ്ത ഇന്ത്യൻ എംബസിയും നിയമസഹായ കമ്മിറ്റികളും ജനങ്ങളും ഒരു പ്രതീക്ഷ നൽകിയതും നാട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്നുള്ള ഒരു സൂചന നൽകിയതെല്ലാം അവസാന ഘട്ടത്തിൽ. അതിനു മുമ്പ് യാതൊരു പ്രതീക്ഷയും നാട് കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയില്ല. ബാക്കിയെല്ലാം അങ്ങോട്ടായിരുന്നു. മോചനം സാധ്യമാക്കിയ ജനങ്ങൾക്കും റിയാദിലെ ഇന്ത്യൻ എംബസിയും നിയമസഹായ കമ്മിറ്റികൾക്കും സഹായിച്ച ജനങ്ങളുടെ ഒരു ഉത്തരമ കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. എല്ലാവർക്കും നന്ദിയും കടപ്പാടും. ആ സമയത്ത് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് വിദേശത്ത് പോകാൻ. പോയി 1 മാസം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഡ്രൈവിംഗിലായിരുന്നോ ജോലി ഉണ്ടായിരുന്നു? ഇപ്പം മോചനം കിട്ടി തിരിച്ചു വരുമ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ പറയുന്നത്, ശരിക്കും എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഇല്ല, ഹൗസ് ഡ്രൈവർ വിസയിലാണ് പോയത്. ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പോൺസറുടെ മകനാണ് തൊട്ടടുത്തുണ്ടായത്. അവനാണ് മരണപ്പെട്ടത്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം. റെഡ് സിഗ്നൽ കട്ട് ചെയ്യാൻ വിസമ്മതിച്ച് അവൻ ദേഷ്യപ്പെട്ടു. ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി സ്വയം മനസ്സിലാക്കാതെ ദേഷ്യത്തിലാണ് ഏത് ഭാഷ ആയാലും. വണ്ടി എടുക്കാത്തതിൻ്റെ പേരിൽ അവൻ തുപ്പിയതാണ്. തുപ്പിയ സമയത്ത് കൈവീശാണ് മൊത്തിന്, പക്ഷേ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊണ്ടത്. പിന്നീട് അറിയാൻ പറ്റും അവന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു ഉണ്ടായിരുന്നു. അങ്ങനെ മുഖത്തോട്ട് അടിയാവും, തല പൊക്കി കൈ നേരെ പോയത് കഴുത്തിന്. ഈ കാര്യങ്ങളൊക്കെ അതിന് ശേഷം ആരോടെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? മരണപ്പെട്ട ശേഷം അവനെ ഹോസ്പിറ്റലിലോട്ടും എന്നെ ജയിലിലോട്ടും ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ കോടതിയായിട്ട് പിന്നെ അവിടുന്ന് തർജ്ജമ ചെയ്യുന്ന ട്രാൻസ്ലേറ്റ് ഭാഷകളൊന്നും അറിയില്ല. മരണപ്പെട്ട കുടുംബം അവർ വേറെ രീതിയിൽ വധശിക്ഷയാണ് അവർ ആവശ്യപ്പെട്ടത്. മരണത്തിന് തുല്യനീതി വേണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ എങ്ങനെയാണ് അത് പിരിച്ചതും ജനങ്ങൾ എങ്ങനെ അറിയാൻ സാഹചര്യം അവിടെ വളരെ കുറവായിരുന്നു. കാരണം മൊബൈൽ ഫോണോ ഇല്ല, ഇന്റർനെറ്റ് സൗകര്യം ഒന്നും ഇല്ല ജയിലിൽ. വല്ലപ്പോഴും ഔട്ട് ഗോയിങ് കോൾ വിളിക്കാൻ പറ്റുന്ന, അതായത് 15 മിനിറ്റ് വിളിക്കാൻ പറ്റുന്ന ഒരു അവസരം മാത്രമേ ഉള്ളൂ. വീട്ടിൽ വിളിക്കാൻ, ബാക്കി എംബസിയെ വിളിക്കുന്ന
അന്നേരം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയും, ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ആക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങിയ സമയത്താണ് ജനങ്ങൾ മൊത്തം ഇത്രയും എമൗണ്ട് ഇവിടെ സ്വരൂപിച്ച കാര്യങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ജയിലിലുള്ള ആദ്യ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? എങ്ങനെ വീട്ടിലൊക്കെ ബന്ധപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നോ? ആദ്യ കാലങ്ങളിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊബൈൽ ഫോണൊക്കെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ ഫോണ് ഉപയോഗിക്കാൻ പാടില്ല, എങ്കിലും ലീഗലല്ലാതെ കുറച്ച് ആൾക്കാരെ ഒളിപ്പിച്ചിട്ടൊക്കെ സൗദികൾ അവിടുത്തെ സ്വദേശക്കാർ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നീട് സ്വദേശിയും വിദേശിയും വേർതിരിച്ചതിന് ശേഷം യാതൊരു സാഹചര്യം മൊബൈൽ ഫോണോ കാര്യങ്ങളൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവിടുത്തെ മാറ്റത്തെ ജോലികളും ഭക്ഷണം കഴിക്കുക, ഇരിക്കുക, കിടക്കുക, ഉറങ്ങുക. സുഹൃത്തുക്കളും മറ്റുള്ളവരും കാർഡ് വാങ്ങിച്ചു, റീചാർജ് കാർഡ്, ആ കാർഡ് വെച്ചിട്ട് വിളിക്കൽ. പിന്നെ അവസാന സമയത്ത് നിയമസഭാ കമ്മിറ്റികളും സഹായത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ജയിലിൽ നിന്നും പരിചയപ്പെട്ട ആൾക്കാർ പുറത്ത് പോയിട്ട് അവരും ഒരുപാട് സഹായങ്ങൾ ചെയ്ത്, നേരിൽ കാണാത്ത ഒരുപാട് ആൾക്കാർ വേറെ ജില്ലക്കാരും വേറെ ദേശക്കാരും ജയിലിൽ വന്ന് പുറത്തിറങ്ങിയിട്ട് അവർ പുറത്തുനിന്ന് സഹായം ചെയ്തു. കാരണം അതിനുള്ളിൽ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയ വ്യക്തികൾ 6 മാസം 1 വർഷം കിടന്നവരുണ്ട് മലയാളികളാക്കി. അവർ പുറത്തിറങ്ങിയിട്ട് വേണ്ട ആവശ്യങ്ങൾ പുറത്തുനിന്ന് അവർ അയച്ചെത്തിട്ടുണ്ട്. അബദ്ധവശാൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു. അതിൽ ആ കുട്ടി ഹോസ്പിറ്റലിൽ ചെന്ന് 2 ദിവസത്തിന് ശേഷമാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. പക്ഷേ അബ്ദുൾ റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നായിരുന്നു ആ കുടുംബത്തിന്റെ ഒരു തീരുമാനം. എന്തായാലും സർവശക്തന്റെ വലിയൊരു അനുഗ്രഹവും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യസ്നേഹികളുടെ സഹായം കൊണ്ട് അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്തി. പക്ഷെ നാട്ടിലെത്തിയിട്ടും ഇതുപോലത്തെ ചില സംഘി മരവാഴകൾക്ക് ഇതൊന്നും അങ്ങോട്ട് സൂഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതങ്ങോട്ട് സഹിക്കുന്നില്ല എന്നുള്ള ഇവനെപ്പോലുള്ള ഊളകളെയൊക്കെ നമ്മൾ ഇനി എന്ത് ഒറ്റ തള്ള്. ട്രക്കോസ്റ്റമി ആയിരിക്കും ഉദ്ദേശിച്ചത്. ട്രക്കോസ്റ്റമി എന്ന് ആ ട്യൂബ് ഊരിപ്പോയി അപ്പം തന്നെ മരിക്കൊന്നുമില്ല. മെഡിക്കൽ ഫീൽഡിലുള്ള ആരോട് ചോദിച്ചാലും കാര്യം പറഞ്ഞു തരും. 3-4 മിനിറ്റെങ്കിലും ആ കൊച്ചു ചേർക്കാൻ ശ്വാസം കിട്ടാണ്ട് വലിച്ചായിരിക്കും ചത്തത്. അവന് ജീവനുണ്ടായിരുന്നെങ്കിൽ അവൻ അവൻ്റെ വീട്ടുകാരോട്, അവൻ്റെ പേരൻസിനോട് അവൻ കംപ്ലയിൻറ്റ് ചെയ്തതിന്. അത് ഓർത്തുകൊണ്ട്, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനെ കൊന്നത്, ആ കൊച്ചു ചേർക്കനെ കൊന്നത്. എന്നിട്ട് അവൻ പുണ്യാളൻ. എൻ്റെ പൊന്നു ഷിനു മമ്മദ് ഒന്നും അറിയാണ്ട് ഇങ്ങോട്ട് കുണയ്ക്കാൻ വരരുത്. അടിച്ചാ എന്റെ പൊന്നാര കുരുപ്പേ. അപ്പൊ കണ്ടല്ലോ, ഇതുപോലത്തെ ചാന്തുപൊട്ടുകളാണ് ഈ വന്നിരുന്നുണ്ട്. ഇവന് ഇസ്രായേലിൽ എന്ത് ജോലിയാണ് എടുക്കുന്നതെന്നുള്ളത് അവൻ തന്നെ പറഞ്ഞു തന്നല്ലോ. അപ്പൊ ഇതുപോലെ ഈ മനുഷ്യനായി കാണാൻ സാധിക്കാത്ത ചില മൃഗങ്ങൾ കൊണ്ടായിട്ടുള്ള ക്ഷുദ്ര ജീവികളാണ് ഇവനെ പോലുള്ള മരം. എവിടെയും മതം നോക്കി ഇങ്ങനെ പച്ച വർഗീയതയും കൊണ്ടുവരുന്ന ഈ ചെറ്റകളോടൊക്കെ എന്താ പറയണ്ട. ഇപ്പൊ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി ചെയ്തത് എന്താണ്? കൊടും പാതകമാണ് ചെയ്തത്. കാരണം മനഃപൂർവ്വം ഒരു യുവാവിനെ വെട്ടി പീസാക്കി കവർണാത്താക്കി കൊണ്ട് ഒളിപ്പിച്ച് വെച്ചതാണ്. അതിൻ്റെ പേരിലാണ് നിമിഷപ്രിയ ശിക്ഷ അനുഭവിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നിമിഷപ്രിയയെ മോചിപ്പിക്കരുതെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? കാരണം അതൊരു കേരളക്കാരിയാണ്, ഒരു സഹോദരിയാണ്. അവരുടെ അന്നേരത്തെ ഒരു സാഹചര്യം കൊണ്ട് അവരത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നതും അവരെ സഹായിച്ചിട്ടുള്ള മനുഷ്യരായിട്ടുള്ള ആളുകളും കാണുന്നത്. ഇതിനകത്തൊന്നും സംഘികളുടെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. കാരണം 10ന്റെ പൈസ ഈ ഊളകളൊന്നും ഇവർക്ക് കൊടുക്കത്തില്ല. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന തള്ളി മറിക്കുന്ന ഈ മരവാഴകൾക്കുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ വേണം മറുപടി കൊടുക്കാൻ. ഇവനെ പോലുള്ളവനൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ നാടിൻ്റെ ശാപമായിരിക്കും. എന്തായാലും കടന്ന് നല്ല പൊളപ്പൻ അടിയാണ് ഇപ്പം ജൂതന്മാരുടെ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.